കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവവചന പഠനത്തിനായി കർത്താവ് ഒരു സാവകാശം കൂടി ഭൂമുഖത്ത് ഒരുക്കിയതോർത്ത് ആയുസ് തന്ന, ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി കരേറ്റാം. ദൈവത്തിന്റെ കൃപ ആണ് നാം ഈ ഭൂമുഖത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുകൂല ഘടകങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിലും ദൈവം നമുക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ടും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകൊണ്ടും കർത്താവിന് നമുക്ക് നന്ദി കരേറ്റാം. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനത്തിലൂടെ അനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ദൈവം കൃപ തന്നു. ദൈവവചന സത്യങ്ങൾ മനസ്സുപൊഴിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് മനസ്സിലാക്കി തന്നു. തിരുവഴുത്ത് ഇങ്ങനെ ചോദിക്കുന്നു: ഒരുവൻ പൊരുള് തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഇത് ഗ്രഹിക്കും? വായിക്കുന്നു എന്നതുകൊണ്ട് അത് ഗ്രഹിക്കണമെന്നില്ല. സ്വർഗത്തിലെ ദൈവം നമ്മെ ഗ്രഹിപ്പിച്ചു തരണം. പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിന്റെ പൊരുളുകളെ നാം പുറമേ കാണുന്ന അക്ഷരങ്ങളിലുള്ള ഒരു ദൈവിക ജ്ഞാനമല്ല, ദൈവവചനത്തിനകത്തളങ്ങളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവവചന സത്യങ്ങളെ ഗ്രഹിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭ്യമാകേണ്ട ഒരു കാര്യമാണ്. ദൈവം ഇപ്രകാരം വചനത്തിൽ വായിക്കുന്നു: ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. അപ്പോൾ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ശുശ്രൂഷിക്കുന്ന അടിയനും ഒരുപോലെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ആത്മാവിന്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ശുശ്രൂഷയിലും ദൈവവചന കേൾവിയിലും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല ഹൃദയത്തിൽ വീണ വിത്ത് പോലെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ ക്ഷമയോടെ ഫലപ്രാപ്തിയിലേക്ക് വരുവാനും സാധിക്കുകയുള്ളൂ. നാം എത്ര ദൈവവചനം കേട്ടാലും അത് നമുക്ക് പ്രമാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ കേട്ടത് നമുക്ക് യാതൊരു ഫലവും ഉളവാക്കുന്നില്ല. അനുസരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും, വിട്ടുകളയേണ്ട കാര്യങ്ങൾ ഉണ്ടാകും, ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വചനത്തിലൂടെ പ്രബോധനമായി നമ്മോട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അദൃശ്യമായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടു വരാൻ ഇടയാക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗം വളരെ വിലപ്പെട്ട ദൈവവചനമാണ്. ക്രിസ്തുയേശുവിനെ ബാധിക്കുന്ന, യേശുവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹം ലഭിക്കുന്ന വചനമാണ്. നാം ചിന്തിക്കുന്ന വാക്യം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നല്ല ആത്മാവ് ഈ രാത്രികാലം മനസ്സ് പൊഴിച്ച് നമ്മോടൊന്ന് സംസാരിക്കേണ്ടതിന്, അതിന്റെ അർത്ഥവ്യാപ്തിയിൽ പരിശുദ്ധാത്മാവിൽ ദൈവവചന സത്യങ്ങൾ നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അധരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവിന്റെ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിനടിപ്പിണരൻ രോഗം നീക്കിയല്ലോ, യേശുവിന്റെ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിനടിപ്പിണരൻ രോഗം നീക്കിയല്ലോ. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മാവിൻ നൽഫലമോ എന്നിൽ നിറച്ചിടണേ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആ ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ആ ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ ഈ സന്ധ്യായാമത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ഈ ഭൂമുഖത്തെ ക്ഷേമത്തോടെ ആയിരിക്കാൻ കർത്താവെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയാണ് സാന്നിധ്യം നൽകി തന്നല്ലോ. ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളെ നടത്തുന്ന നല്ല ദൈവത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കുന്ന, ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളെയും തീർത്തു തരുന്ന, ഞങ്ങൾക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറന്നു തരുന്ന, ഞങ്ങളുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തിന് സമാധാനം തരുന്ന, പ്രത്യാശ പുതുക്കുന്ന ദൈവത്തിനായി സ്തോത്രം കരയേറ്റുന്നു. ഈ രാത്രിയിലും വളരെ ആഗ്രഹത്തോടെ കർത്തൃപാദ പീഠങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഉള്ള നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി വാഞ്ചിക്കുന്നു. അത് അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ക്രിസ്തുവേശു ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടതും അവിടുന്ന് ജീവിച്ചതും ക്രൂശിൽ മരിച്ചതും അവിടുന്ന് പുനരുദ്ധാനം ചെയ്തതും ഇന്ന് പിതാവിന്റെ വലതു ഭാഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതും ഞങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹവും കരുതലും ആകൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി കരയേറ്റുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം ഭാരത്തോടെ ആമേൻ വേദനകളോടെ ആരെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ ആശ്വാസത്തിന്റെ വചനങ്ങളെ നൽകിക്കൊടുത്ത് പ്രത്യാശയോടെ നടത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഇനിയും ആരെങ്കിലും ലിങ്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവരെയും അവിടുന്ന് വേഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കൊരു കൊള്ള കിട്ടിയ അനുഭവം പോലെ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ അരിഷ്ടതകളും ശൂന്യതകളും ഒക്കെ അവിടുന്ന് മാറ്റണമേ. ദൈവസ്നേഹത്താൽ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ രാത്രിയിലെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് അടിയൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിലുകളെ കർത്താവ് തുറന്നു തരണമേ. അത് പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിപ്പാനുള്ള കൃപ തരണമെന്ന്, ജനത്തിനത് ഏറ്റെടുക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ രാത്രി ഒരുമിച്ച് അനുഗ്രഹിക്കും. ഏകാഗ്രചിത്തരായി ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ഈ ലോകത്തിന്റെ ചിന്തകളും ആമേൻ ആകുലതകളും എല്ലാം വിട്ടകന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യവുമുള്ളവരായി തീരാൻ സഹായിക്കണം. പ്രാർത്ഥന അവിടുന്ന് കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം 3-4 ക്ലാസ്സുകളിലായി ഈ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവേശു ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു. നാം പ്രാരംഭ ക്ലാസ്സുകൾ തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു ഈ ലോകത്തിൽ ശരീരം സ്വീകരിച്ചു വന്നു എന്ന് ആമേൻ നാം വിശ്വസിക്കണം. കാരണം അങ്ങനെ വിശ്വസിക്കണമെന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒരുപാട് മനുഷ്യർ, അത് മതവ്യവസ്ഥയിൽപ്പെട്ടവരാകാം, അല്ലെങ്കിൽ മറ്റ് ആമേൻ കൂട്ടങ്ങളിലുള്ളവരാകാം, അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചൊരു മിഥ്യാധാരണയുണ്ട്. യേശുക്രിസ്തു ശരീരം സ്വീകരിച്ചു വന്നിട്ടില്ല. യേശു എന്തോ ആമേൻ സ്തോത്രം ഒരു ദൈവത്വമുള്ള ഒരാളായിട്ട് ലോകത്തിൽ വന്നു, ക്രൂശിൽ മരിച്ചൊന്നുമില്ല. അവൻ ആമേൻ സ്തോത്രം മറ്റാരോ അവന് പകരക്കാരനായി മരിച്ച് യേശു ആമേൻ ഡിസപ്പിയർ ആയി. ഈ രീതിയിലുള്ള പഠനങ്ങളൊക്കെ ആമേൻ സ്തോത്രം ലോകത്തിൽ നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്ഥായിയായ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു. ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് ആമേൻ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ ഒരല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ദൈവത്തിന് എങ്ങനെ ജഡസ്വരൂപത്തിൽ വെളിപ്പെടാൻ കഴിയും? അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം ചിന്തിപ്പാനിടയായി. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിന് എപ്പോഴും ഒരു ആധാരം ഉണ്ടായിരിക്കണം. അതിന്റെ ബേസിസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. ആരെങ്കിലും പറഞ്ഞത് കൊണ്ടോ നാം അങ്ങനെ അന്ധമായി എന്ന് വിശ്വസിച്ച് പോവുകയല്ല.
നമ്മുടെ വിശ്വാസത്തിനൊരു ആധാരമുണ്ട്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അത്രേ. കാരണം യോഹന്നാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദിമ നൂറ്റാണ്ട് തൊട്ടേ തെറ്റായ ഒരു ഉപദേശം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. യേശു ജഡത്തിൽ വെളിപ്പെട്ടില്ല, കാഴ്ചയ്ക്ക് ആമേൻ സ്തോത്രം ഒരു രൂപത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതല്ലാതെ. കാരണം ദൈവത്തിന് എങ്ങനെ മരിക്കാൻ കഴിയും? ആമേൻ. അവിശ്വാസികളായ നിരീശ്വരവാദികളുടെ ഒരു ചോദ്യമാണ്, ദൈവമാണെന്ന് പറയുന്നവൻ എങ്ങനെ മരിക്കാൻ കഴിയും? ആമേൻ സ്തോത്രം. ദൈവത്തിനല്ല മരണം ഉണ്ടാകുന്നത്. ജഡത്തിൽ വെളിപ്പെട്ട, മനുഷ്യർക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട, പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യ സാദൃശ്യത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിനാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിനല്ല മരണം സംഭവിച്ചിരിക്കുന്നത്. അതാണ് യേശുക്രിസ്തു ജഡത്തിൽ വന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്. ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ജഡത്തിൽ യേശു വന്നുവെന്നും അവന് ഒരു ശരീരം ഉണ്ടായിരുന്നുവെന്നും ആ ശരീരത്തിലാണ് അവൻ ജനിച്ചു വളർത്തപ്പെട്ടതും ജീവിച്ചതും ആ ശരീരത്തിലാണ് മരിച്ചതും ആ ശരീരമാണ് പിന്നീട് സ്പിരിച്വൽ ബോഡി ആയിട്ട് മാറി ആമേൻ സ്തോത്രം സ്വർഗാരോഹണം ചെയ്യാൻ ഇടയായതെന്നും നാം ദൈവവചനത്തിലൂടെ പഠിക്കുന്നുണ്ട്. ആമേൻ. കാരണം ഈ വാക്കിന് ഒരു ക്ലാരിറ്റി നമുക്ക് വേണ്ടത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം പ്രാരംഭമായി ഒന്ന് വായിച്ചോട്ടെ. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ വേർഡ് became flesh. ഈ രീതിയിലാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ വേർഡ് ആരായിരുന്നു എന്ന് 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആ വേർഡാണ് ഇറ്റ് ബിക്കെയിം. ആമേൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. വചനം ബിക്കെയിം ഫ്ലഷ് ആയി തീർന്നു, ജഡം ആയി തീർന്നു, ഒരു പർപ്പസിന് വേണ്ടി. സർവശക്തനായ ദൈവത്തിന് തന്റെ ആ പ്ലാൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ പാപം ചെയ്യണമെന്നോ ആ പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണം അവൻ വഹിക്കണമെന്നോ ഒന്നും ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നില്ല. എന്നാൽ സർവജ്ഞാനിയായ ദൈവം ആരംഭത്തിങ്കിൽ തന്നെ അവസാനം വരെയുള്ള കാര്യം അറിയുന്നത് കൊണ്ട് താൻ മനുഷ്യൻ പാപം ചെയ്യുമെന്നും അവനൊരു രക്ഷ ആവശ്യമുണ്ടെന്നും രക്ഷകനായിട്ട് ആ മനുഷ്യന് വേണ്ടി അവൻ അവതരിക്കണമെന്നും ദൈവത്തിന്റെ ദിവ്യജ്ഞാനത്തിൽ തനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. അറ്റ് ദ സെയിം ടൈം എല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെയും ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും നടക്കുന്നത് എല്ലാം ദൈവത്തിന് അറിയാം. നമ്മുടെ ഭാവി, നമ്മുടെ ഭൂതം എല്ലാം ദൈവത്തിന് അറിയാമെങ്കിലും നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തോടുകൂടെ അല്ല എങ്കിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, പല കഷ്ടങ്ങളും ദൈവം ആഗ്രഹിച്ചിട്ടല്ല ആ കഷ്ടത്തിലൂടെ നാം കടന്നു പോകുന്നത്. കാരണം ഇഫ് യു ടേക്ക് എ റോങ് ഡിസിഷൻ, ഒരു തെറ്റായ തീരുമാനമെടുത്താൽ നമുക്കതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടതായി വരുന്നു. ആമേൻ. ദൈവത്തോടുകൂടെ അല്ലാത്ത പല കാര്യങ്ങൾക്കും അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ആദ്യം തന്നെ ദൈവം ഒരു കാര്യം പറഞ്ഞു, മനുഷ്യ നിനക്ക് ഞാനൊരു കൽപ്പന തരുന്നു. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും. നീ മരിക്കാതിരിക്കേണ്ടതിന് ഫലം തിന്നരുത്. ഇതായിരുന്നു ദൈവം പറഞ്ഞത്. ആ ഫലം തിന്നാതിരുന്നു എങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ചോദിക്കും, ആമേൻ സ്തോത്രം, പിന്നെ ഇതൊക്കെ സംഭവിക്കണ്ടേ? ദൈവമക്കളെ, അവർ തിന്നാതിരുന്നിരുന്നുവെങ്കിൽ വേറൊരു രീതിയിലായിരുന്നേനെ ഭൂമിയിലുള്ള മനുഷ്യന്റെ ജീവിതം. മനുഷ്യൻ പാപം ചെയ്യുമെന്നും അവനൊരു രക്ഷ വേണമെന്നും ദൈവം തന്റെ ദിവ്യജ്ഞാനത്തിൽ അറിഞ്ഞിരുന്നു. ആമേൻ. നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. അപ്പോൾ വചനം ജഡം ആയി തീർന്നു. ഒരു കാര്യത്തിന് വേണ്ടിയാണ് ജഡമായി തീർന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം, 1 John, the epistle of John, 1 John chapter 4 verse 2. യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം, 4-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യം. ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവൻ, ദൈവാത്മാവിനാൽ. അതല്ലേ ഫസ്റ്റ്? അതന്നെ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യോഹന്നാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ ആത്മാവിലാണ് ആ കാര്യം ഗ്രഹിക്കുന്നത്.
എന്നാൽ അങ്ങനെ വിശ്വസിക്കാത്തവരുമുണ്ട് ലോകത്തിൽ. യേശു ജഡത്തിൽ വന്നു എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ദൈവിക പദ്ധതി അനുസരിച്ചാണ് യേശു ജഡത്തിൽ വന്നു എന്ന് പറയുന്നത്. രണ്ടാമതൊരു വാക്യം കൂടെ, 2 യോഹന്നാൻ, സെക്കൻഡ് എപ്പിസിൽ ഓഫ് ജോൺ, വേഴ്സ് 7. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇതാണ് യോഹന്നാൻ ആ കാര്യം എഴുതാൻ ഒരു കാര്യം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത വഞ്ചകന്മാർ ഈ ലോകത്തിൽ പണ്ട് മുതലേ ഉണ്ട്. അവരുടെ ഉപദേശം അത് ശരിയായ ഉപദേശമല്ല. യോഹന്നാൻ പറയുകയാണ്, അതുകൊണ്ട് ആ യോഹന്നാന്റെ സുവിശേഷത്തിന് മറ്റുള്ള സുവിശേഷങ്ങളെക്കാളും യോഹന്നാന്റെ ലേഖനത്തിന് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ലേഖനങ്ങളും സുവിശേഷങ്ങളുമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആദിയിലെ ഈ വചനം ഉണ്ടായിരുന്നു, ഈ വചനം ദൈവമായിരുന്നു, ഈ ദൈവമായിരുന്ന വചനം ജഡമായി തീർന്നു. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്ത അനേകർ ലോകത്തിലുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ ജഡത്തിൽ യേശുക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടു. എന്നാൽ നമ്മുടെ ശരീരവും യേശുവിന്റെ ശരീരവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരം വാസ്തവത്തിൽ ആദാമ്യമാകൊണ്ട് അതിൻ്റെതായ ദൗർബല്യങ്ങളും പാപ സ്വഭാവങ്ങളും ഉണ്ട്, അതിൻ്റെതായ ബലഹീനതകളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശരീരം പാപമില്ലാത്ത ഒരു ശരീരമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ല. അങ്ങനെ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇൻഡയറക്ട്ലി ചിന്തിച്ചാൽ ആ ശരീരത്തിന് എന്തില്ല? മരണമില്ല. പാപമില്ലാത്ത ഒരു ശരീരത്തിന് മരണമില്ല. യേശുക്രിസ്തു ആദാമിൽ നിന്ന് ജനിക്കാതിരുന്നത് കൊണ്ട് എന്താണ് ശരീരത്തിന്റെ പ്രത്യേകത? ആ ശരീരത്തിന് മരണമില്ലാത്ത ശരീരമാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ജഡത്തിൽ പാപത്തിന്റെ സ്തോത്രം ശിക്ഷയാകുന്ന മരണത്തിലൂടെ നാം കടന്നുപോയേ പറ്റൂ. നമുക്ക് ഈ ലോക ജീവിതത്തിൽ ശരീരത്തിൽ ഒരു മരണം അനിവാര്യമാണ്. അത് പാപവുമായി ബന്ധപ്പെട്ടത് തന്നെ. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ആവശ്യമനില്ല. കാരണം അവനിൽ പാപ സ്വഭാവമുള്ള ശരീരമല്ല. എന്നാൽ ഇവിടെയാണ് മനുഷ്യന്റെ പാപം യേശു ചുമന്നൊഴിക്കുവാൻ പിതാവ് പുത്രന്റെ മേൽ പാപത്തിന്റെ ശിക്ഷ ചുമത്തിയപ്പോൾ, ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത് ഹൃദയത്തിൽ അങ്ങ് പതിയണം. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ പാപ സ്വഭാവങ്ങളില്ല. അതുകൊണ്ട് ആ ശരീരത്തിന് മരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ ആ ശരീരത്തെ പാപത്തിന്റെ ദണ്ഡനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെയാണ് പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപിയായില്ല, പാപമായി തീർന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തു പാപം ചുമത്തപ്പെട്ടപ്പോൾ പാപിയായില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ പാപം വഹിച്ചു എന്ന് പറയുമ്പോൾ അവൻ പാപിയായില്ല, മറിച്ച് നമുക്ക് വേണ്ടി എന്തായി തീർന്നു? പാപമായി തീർന്നു. സ്തോത്രം. അതറിയണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5, ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദൈവവചന വാക്യങ്ങളാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ആദ്യമേ പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കാം. പാപം അറിയാത്തവനെ, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി നാം അവൻ ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടേണ്ടതിന് ദൈവം അവനെ എന്താക്കി മാറ്റി? പാപമാക്കി മാറ്റി. നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം. ഇതൊക്കെ കാണുമ്പോൾ ദൈവം മുമ്പാകെ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ലഭിക്കേണ്ടതിന്, വിതൗട്ട് ഡൂയിങ് എനി വർക്ക്, ഒരു പ്രവൃത്തിയും ചെയ്യാതെ ദൈവത്തിന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ജസ്റ്റിഫിക്കേഷൻ ലഭിക്കേണ്ടതിന്, ഈവൻ ദോ നാം പാപം ചെയ്ത് ദൈവത്തോട് ശിക്ഷയ്ക്ക് യോഗ്യരായി നിൽക്കുമ്പോൾ ആ ശിക്ഷ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെട്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും ജസ്റ്റിഫൈ ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി.
ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഏറ്റവും മാർമികമായ ഒരു വിഷയം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല നമുക്ക് നീതീകരണം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ലഭിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം സൗജന്യമായി എനിക്കും നിങ്ങൾക്കും നീതീകരണം തരേണ്ടതിന് കൊടുത്ത കനത്ത വില എപ്പോഴും നമ്മൾ ഓർക്കണം. നാം ഫ്രീ ആയിട്ട് അനുഭവിക്കുന്ന റൈച്ചസ്നെസ്സും നാം ഫ്രീ ആയിട്ട് അനുഭവിക്കുന്ന സാൽവേഷനും അതെല്ലാം ദൈവം ഒരു വലിയ വില കൊടുത്തിട്ടാണ് എനിക്കും നിങ്ങൾക്കും ദാനമായി തന്നിരിക്കുന്നത്. പലപ്പോഴും ഈ ദാനം കിട്ടിക്കഴിയുമ്പം അത് വലിയ വിലയൊന്നും നമുക്ക് തോന്നത്തില്ല. വില കൊടുത്ത് വാങ്ങിക്കുന്നതാണെങ്കിൽ ആ വില ഓർത്തിട്ട് ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ച ഷൂ ആണ്, ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ച ഇന്ന ഐറ്റമാണ്. അപ്പൊ വില, അതിന്റെ മൂല്യം എത്രയുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അതിന് വില കൊടുക്കുന്നു. ദൈവമക്കളെ മനസ്സിലാക്കാൻ, നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നത്. എന്നാൽ എപ്പോഴും നാം നീതീകരിക്കപ്പെടുമ്പോൾ ഈ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകണം. പാപം ചെയ്തിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പാപക്ഷമ ദൈവം നമുക്ക് നൽകി തരുമ്പോൾ മറുഭാഗത്തൊരു പ്രോസസ് നടക്കുന്നുണ്ട്. നാം അവനോട് ഏറ്റുപറയുമ്പോൾ ഒരു നിഷ്കളങ്ക രക്തം നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലുണ്ട്. ആ നിഷ്കളങ്ക രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടുന്നത്. എപ്പോഴും തിരിച്ചറിയണം, പാപത്തിന് ശിക്ഷ ഇല്ലാഞ്ഞിട്ടല്ല, ശിക്ഷ ഒരുവന്റെ മേൽ ചുമത്തപ്പെട്ടത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് സൗജന്യമായൊരു ജസ്റ്റിഫിക്കേഷൻ തരുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അപ്പോൾ പാപമാക്കി തീർത്തവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് യേശുവിന് ജഡത്തിൽ മരണത്തിലേക്ക് കടക്കേണ്ടി വന്നത്. അല്ലാത്ത പക്ഷം യേശുവിന് മരണമില്ലാത്ത ഒരു ശരീരത്തോട് എത്ര കാലം വേണമെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കാം. അവന് പ്രായമെന്ന് പറയുന്ന ഒരു വിഷയമല്ല ഇവിടെ. കാരണം പാപമില്ലാത്ത ഒരു ശരീരത്തോടുകൂടെ യേശു ഈ ലോകത്തിൽ ജീവിച്ചു. ആ ശരീരത്തിന് മരണമില്ല. എന്നാൽ മാനവരാശിയുടെ പാപം ചുമത്തപ്പെട്ടപ്പോൾ അതിന്റെ പീക്കാണ് നമ്മൾ കാണുന്നത്. ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമ്മൾ മനസ്സിലാക്കുക, യേശു എപ്പോഴും ദൈവത്തെ അഭിസംബോധന ചെയ്ത, ഭൂമിയിൽ മനുഷ്യനായിരിക്കുമ്പോൾ പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന പിതാവേ എന്നാണ്. എന്നാൽ ഈ ഒരു ഘട്ടം കടന്നു വന്നപ്പോൾ യേശു പിതാവിനെ അഭിസംബോധന ചെയ്യുന്ന പിതാവേ എന്നല്ല, പാപം ചുമത്തപ്പെട്ട, ആമേൻ സ്തോത്രം, യേശു ക്രിസ്തു ഇപ്പോൾ ഒരു ദാസനെ പോലെയാണ് ക്രൂശിൽ കിടക്കുന്നത്. ആമേൻ സ്തോത്രം. അവൻ പറയുന്നത്, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ? ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരു അല്പസമയം നിൽക്കണം. പിതാവായ ദൈവം പുത്രനെ കൈവിട്ടത് ആർക്കു വേണ്ടിയാ? മുഴുവൻ മാനവരാശിയുടെയും പാപം ചുമത്തപ്പെട്ട് കിടക്കുന്ന യേശു ക്രിസ്തുവിനെ കൈവിട്ടതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കാൻ കാരണക്കാരൻ ആരാണ്? യേശു അല്ല. പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുന്ന യുണീക്കാണ്. എന്നാൽ ആ ബന്ധത്തിൽ മനുഷ്യന്റെ പാപം പുത്രനുമേൽ ചുമത്തിക്കഴിഞ്ഞപ്പോൾ പിതാവ് പുത്രനെ അല്പസമയത്തേക്ക് കൈവിടേണ്ടി വന്നു, ഒന്ന് കണ്ണടക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? പാപം ചുമത്തപ്പെട്ട് പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്ന മരണമാണ്. ആ പ്രോസസ് പൂർത്തീകരിക്കണമെങ്കിൽ യേശു എന്തിന് ജഡത്തിൽ വന്നു? ഒന്ന്, മനുഷ്യൻ ന്യായപ്രമാണം നിവർത്തിയാക്കാൻ അവന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സാധ്യമല്ല. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്ന, ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, പിന്നെ കൃപയുടെ പ്രമാണത്തിലാണ്. എപ്പോഴാണ് ഈ കൃപയുടെ പ്രമാണം അവതരിച്ചത്? അത് മനസ്സിലാക്കണം. ഒരു പ്രമാണം ക്ലോസ് ചെയ്തെങ്കിലേ വേറൊരു പ്രമാണം തുടങ്ങാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ പ്രമാണം മാനവരാശിയായി ജനിച്ച ആദാമിൽ ജനിച്ച ഒരു വ്യക്തിക്കും തന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിവർത്തിക്കാൻ സാധ്യമല്ല. കാരണം അവന്റെ ശരീരം ബലഹീനമാകൊണ്ട് ഒരിക്കലും ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവനിലൂടെ നിവർത്തിയാക്കാൻ അവനെ കൊണ്ട് കഴിയത്തില്ല. ആ ഒരു ഘട്ടത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ന്യായപ്രമാണം നിവർത്തിക്കേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു ജഡത്തിൽ വന്നതുകൊണ്ട് ഒരു ബ്ലെസ്സിങ് നമുക്കുണ്ടായ എന്താണ്? കല്ലിൽ കൊത്തിയ പ്രമാണം അങ്ങ് മാറിപ്പോയി. അതുവരെ മനുഷ്യനെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന നുകമായ ന്യായപ്രമാണം യേശു ഈ ലോകത്തിൽ വന്ന് ശരീരത്തിൽ പാപം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, അത് അറിയണമെങ്കിൽ മത്തായി സുവിശേഷത്തിലേക്ക് വന്നാട്ടെ.
താങ്ക് യു ലോർഡ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മ കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ്, 17-ാം വാക്യം വായിച്ചോട്ടെ. 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനെത്രേ ഞാൻ വന്നത്. ഒരു മനുഷ്യനും ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവന്റെ പാപം നിമിത്തം. അവനിൽ പാപമുള്ളിടത്തോളം ഒരു വ്യക്തിക്കും ന്യായപ്രമാണത്തെ പൂർണ്ണമായി സ്തോത്രം അതിനോട് അനുസരിക്കാൻ സാധ്യമല്ല. ഒരു ധനവാനായ മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് നിത്യജീവനെ കൈവശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞേ? നിനക്കൊരു പ്രമാണം തന്നിട്ടുണ്ടല്ലോ, പോയി അതനുസരിച്ച് ജീവിക്കുക, നീ ജീവിക്കും, നിനക്ക് നിത്യജീവനെ കിട്ടും. അത് പറയുമ്പോൾ തന്നെ അവനൊരു കാര്യം ഉറപ്പാണ്, മനുഷ്യനായി ജീവിക്കുന്ന ആർക്കും ഈ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന നിത്യജീവനെ പ്രാപിപ്പാൻ സാധ്യമല്ല. ഈ ഒരു അവസ്ഥയിലാണ് യേശു വന്നിട്ട് ന്യായപ്രമാണം എങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ പോലെ ആയത്. ഒരുവൻ വന്ന് അതിനെ നിവർത്തിച്ചു. ദൈവം ഡിമാൻഡ് ചെയ്ത ന്യായപ്രമാണത്തിലെ സകല കാര്യങ്ങളും യേശുക്രിസ്തുവിലൂടെ എന്ത് ചെയ്തു? നിവർത്തിച്ചിട്ടാണ് ആ കല്ലിൽ കൊത്തിയ പ്രമാണത്തിന് ദൈവം എന്ത് ചെയ്തത്? മാറ്റം വരുത്തിയിട്ട് കൃപയുടെ പ്രമാണത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടാൻ. ഇല്ലെങ്കിൽ ജാതികളായ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ യാതൊരു സാധ്യതയില്ല. കാരണം ന്യായപ്രമാണം അബ്രഹാമിന് അവന്റെ സന്തതിക്ക് കൊടുത്തിരിക്കുന്നത്. തന്റെ ജനമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഇസ്രയേലിന് മാത്രമേ ഉള്ളൂ ന്യായപ്രമാണ പ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ അവകാശമുള്ളത്. എന്നാൽ ഇന്ന് ജാതികളായ നാം ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നത് നാം ഏത് പ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്നത് കൊണ്ടാണ്? കൃപയുടെ പ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തു ശരീരത്തിൽ ഈ ലോകത്തിൽ വന്നതുകൊണ്ട് ഞാനും നിങ്ങളും ന്യായപ്രമാണത്തിന്റെ കെട്ടുപാടുകളിലല്ല, ഇനി കൃപയുടെ പ്രമാണത്തിന് ഞാനും നിങ്ങളും ആയി തീർന്നിരിക്കുന്നു. ഞാൻ ഇനി അവിടുന്ന് മുമ്പോട്ടൊന്ന് പൊക്കോട്ടെ. ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് മരണം ആവശ്യമില്ല. പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വന്നപ്പോഴാണ് അത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചു, മരിച്ച യേശുവിന്റെ ശരീരം എന്ത് ചെയ്യും? സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ അവന്റെ ശരീരം അവിടെ തന്നെ കാണണം. എന്നാൽ യേശുക്രിസ്തുവിനെ പൊതിഞ്ഞിരുന്ന ശരീരത്തിന്റെ ശീലകൾ മാത്രം അവിടെ കിടന്നു. നമ്മൾ അങ്ങനല്ലേ വായിക്കുന്ന? പത്രോസും യോഹന്നാനും ഒക്കെ ശവക്കല്ലറയ്ക്കകത്തേക്ക് കയറി ചെന്ന് അന്വേഷിച്ചു നോക്കി അവിടെ എന്തൊക്കെ കണ്ടു. അവിടെ തലയിൽ ചുറ്റിയ തുണിയും ശരീരം യഹൂദ മര്യാദ പ്രകാരം ഒരു ബോഡി മറവ് ചെയ്യുമ്പോൾ ശരീരത്തെ ചുറ്റിയ രക്തം പുരണ്ട വസ്ത്രവും ആ തലയിൽ ചുറ്റിയ ശീലയും മാത്രം കിട്ടിയുള്ളൂ. എവിടെ യേശുവിന്റെ ശരീരം? അതേ ശരീരത്തിലാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. കാരണം ആ ശരീരത്തിന് എന്തില്ല? മരണമില്ലാത്ത ഒരു ശരീരമാണ് യേശുവിന്. എന്തുകൊണ്ട് മരിക്കേണ്ടി വന്നു? പാപത്തിന്റെ ശിക്ഷയാണ് യേശുവിൽ ആ മരണം വരുത്തി വെച്ചത്. എന്നാൽ എന്ത് സംഭവിച്ചു? മരണത്തിന് ശേഷം അവന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, അവന്റെ ശരീരത്തിന് ദ്രവത്വം ഉണ്ടാകത്തില്ല. എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വത്തിന് വിട്ടുകൊടുക്കില്ല. കാരണം അവൻ പരിശുദ്ധനാണ്, അവനിൽ പാപമില്ല. എന്നാൽ ആ ബോഡിക്ക് ഒരു മാറ്റം വന്നു. എന്താണ് വന്ന മാറ്റം? അതൊരു സ്പിരിച്വൽ ബോഡിയായി മാറി, ഒരു ആത്മീക ശരീരമായി മാറാനിടയായി തീർന്നു. ഈ ജഡശരീരം വാസ്തവത്തിൽ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ശരീരം അത്രേ. ആമേൻ, സ്തോത്രം. ആത്മമണ്ഡലത്തിലേക്ക് കടക്കണമെങ്കിൽ, ഒരു ആത്മീക മണ്ഡലത്തിലേക്ക് കടക്കണമെങ്കിൽ ആത്മശരീരത്തിലേക്ക് ഒരു വ്യക്തി ചെന്നെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു ആത്മശരീരം പ്രാപിച്ചപ്പോൾ പിന്നെ ഈ ലോകത്തിലല്ല യേശു നിൽക്കുന്നത്. നമുക്കറിയാം, യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം യേശുക്രിസ്തുവിന് വീണ്ടും ഫർദർ മിഷൻ ഉണ്ട്. ക്രൂശ് മരണത്തിന് ശേഷം യേശു ഈ ഭൂമിയിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ, പാതാളങ്ങളിൽ അല്ലെ പർദീസയിലൊക്കെ യേശുവിന് തുടർന്ന് മിഷനുണ്ട്. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തത് ഭൂമിയിലുള്ള ആ ശരീരത്തിൽ അല്ല. ആ ശരീരം ഇപ്പൊ എന്തായി മാറി? ആത്മശരീരമായി മാറി, സ്പിരിച്വൽ ബോഡിയായി മാറി. എന്താണ് സ്പിരിച്വൽ ബോഡിയുടെ പ്രത്യേകത? അതിന് ഒരു ലിമിറ്റേഷനും ഇല്ല.
അത് എവിടെ വേണം, ഒരു പരിമിതിയുമില്ലാത്ത ശരീരം അത്രയും. നമുക്ക് 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 2 Corinthians chapter 12, 2 and 3. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നുമില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദേശയോളം എടുക്കപ്പെട്ടു. പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഭൂമിയിൽ ജീവിച്ചിരുന്ന പൗലോസ് ഇപ്പൊ എവിടെ എത്തിയെന്നാ പറയുന്നത്? 3-ാം സ്വർഗത്തോളം. ഈ 3-ാം സ്വർഗവും പർദീസയും ഒക്കെ അതിന്റെ ആ അക്ഷരം അങ്ങ് വിട്ടിട്ട് ഒരു ആത്മമണ്ഡലം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക, ഒരു സ്പിരിച്വൽ റിലമിലേക്ക് പൗലോസ് എടുക്കപ്പെട്ടു. പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, ശരീരത്തോട് കൂടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഇൻഡയറക്ട്ലി പറഞ്ഞാൽ ഈ മർത്യ ശരീരവുമായി എവിടെ കടക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ആത്മമണ്ഡലത്തിലേക്ക് പൗലോസിന് പോകാൻ സാധ്യമല്ല. പൗലോസ് പറയാൻ എനിക്കറിയില്ല വാട്ട് ഈസ് ഹാപ്പൻ ടു മീ. ഒരുപക്ഷെ ഞാനിങ്ങനെ എന്റെ ചിന്തയിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പൗലോസിനെ ഒരിടത്ത് കല്ലെറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞിട്ടേച്ചു പോയി, മനുഷ്യർ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. ആ സമയത്ത് അവനെ സ്വർഗത്തിലെ ദൈവം അവനിലുള്ള ആത്മാവിനെ എടുത്തോണ്ടാണ് എവിടോട്ട് പോയിരിക്കുന്നത്. ഈ പറഞ്ഞ പറുദീസയിലേക്ക് ചില കാര്യങ്ങൾ കാണിക്കാനും അവനെ കേൾപ്പിക്കാനും. എന്നിട്ട് പൗലോസ് പറയുന്ന അവിടെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കാനോ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഒന്നും എനിക്ക് കഴിയത്തില്ല. കാരണം അത് വേറൊരു റിലമാണ്. മക്കളെ, ഭൂമിയിൽ നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട റിലമിലേക്കാണ് ഈ ശരീരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ ദൈവദാസന്മാരൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ, അവര് വെളിപ്പാടിൽ സഞ്ചരിക്കുന്നു, അവൻ സ്വർഗീയ ഇടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ആ സമയത്ത് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അവരുടെ ബോഡി ആസ് ഗുഡ് ആസ് ഡെഡ് ഭൂമി കിടക്കും. അവരുടെ ആത്മാവിനെ ദൈവം അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ സ്പിരിറ്റ് ആണ് ദൈവസന്നിധിയിലേക്കോ അല്ലെ ആത്മീക മണ്ഡലത്തിലോട്ടോ പോയി ഒരു നിശ്ചിത സമയത്തേക്ക്, അത് മേ ബി ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കാം, ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കാം, അത് ദൈവം തീരുമാനിക്കുന്ന. അങ്ങനെ ദൈവം കാണിക്കാൻ ആഗ്രഹിക്കുന്ന, കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ഇതാണ് പത്മോസിൽ സംഭവിച്ചത്. പത്മോസിൽ ആത്മവിവശനായ യോഹന്നാൻ ശരീരം കൊണ്ട് അവന് ദൈവസന്നിധിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഭൂമിയിലുള്ള മർത്യ ശരീരവുമായി അവിടേക്ക് പോകാൻ കഴിയില്ല. ഞാൻ ഇത് ചിന്തിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മമണ്ഡലത്തിലേക്ക് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ശരീരവുമായി സഞ്ചരിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനും ഒരു സ്പിരിച്വൽ ബോഡിയോടുകൂടി യേശു ക്രൂശ് മരണത്തിന് ശേഷം അടുത്ത ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. എന്താണ് യേശുവിന്റെ അടുത്ത ശുശ്രൂഷ? ഭൂമിയിൽ യേശു ക്രിസ്തു പാപസംബന്ധമായി മരിച്ചു, അടക്കപ്പെട്ടു. അതിന് ആ ബോഡിക്ക് മാറ്റമുണ്ടായി, സ്പിരിച്വൽ ബോഡിയിലേക്ക് വന്നിട്ട് ഇനി യേശു നേരെ പോകുന്ന എവിടേക്കാണ്? ആമേൻ സ്തോത്രം, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. ആമേൻ സ്തോത്രം. നാം ഇന്ന് രാത്രി ആ ഭാഗങ്ങളാണെന്ന് ചിന്തിക്കുന്നത്. അതിനു മുമ്പ് ഈ പറഞ്ഞത് ഞാൻ ഒരു തുടക്കമിട്ടെന്നേ ഉള്ളൂ. അപ്പൊ യേശുവിനെ തുടർന്ന് സഞ്ചരിക്കുവാൻ, ആ സഞ്ചരിക്കുന്നതിന് മുമ്പ് മരണശേഷം എന്ത് സംഭവിച്ചു എന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. വായിച്ചാട്ട് റോമാലേഖനം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് തന്നെയാണ് യേശുവിന് സംഭവിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ക്രിസ്തു ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ജഡത്തിൽ അവന് മരണമുണ്ടായി, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ട് അവനൊരു സ്വർഗീയ ശരീരം ലഭിച്ചു, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബോഡി ലഭിച്ചു. അതുകൊണ്ടാണ് അവന്റെ ശരീരം, ഈ ഭൂമിയിലുള്ള ശരീരത്തിന് ഒരു മാറ്റം സംഭവിച്ചു. ആ റിസറക്ഷൻ നടന്ന സമയത്ത്
അവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ഇതേ കാര്യമാണ് നമുക്കും സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ മർത്യ ശരീരം മരണത്തിലൂടെ വിട്ടുകൊടുത്തിട്ട് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ആമേൻ സ്തോത്രം ആ ബോഡി ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ മരിച്ചവരാണെങ്കിലും ജീവനോടിരിക്കുന്നവരാണെങ്കിലും അവരുടെ ബോഡിക്ക് എന്ത് സംഭവിക്കുകയാണ്? ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ആ ട്രാൻസ്ഫോർമേഷൻ അവരെ ഒരു ഹെവൻലി ബോഡിയിലേക്ക്, ഒരു സ്പിരിച്വൽ ബോഡിയിലേക്ക് അവരെ ആമേൻ സ്വർഗത്തിലെ ദൈവം ആത്മാവിന്റെ ശക്തി കൊണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം എന്താണ്? യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ അവനെ ഉയർപ്പിച്ചവൻ തന്റെ ആത്മശക്തി കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മരിച്ച വ്യക്തിക്ക് ജീവൻ എങ്ങനെയാണ് കിട്ടുന്നത്? യേശുക്രിസ്തുവിൽ അത് തുടങ്ങി. യേശുക്രിസ്തുവിനെ ആത്മാവിൽ ജീവിപ്പിച്ചു. ഈ ജീവിപ്പിച്ച യേശു തുടർന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അക്കൂട്ടത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 35, 36 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് അല്പം ടഫാണ്. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ഇവിടെ പൗലോസിനോട് പുനരുദ്ധാന സംബന്ധമായ ചോദ്യങ്ങൾ വന്നതിന് പൗലോസ് ഉത്തരം കൊടുക്കുകയാണ്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന മനുഷ്യരോട് പൗലോസ് കൊടുക്കുന്ന മറുപടിയാണ് മരണം. കാരണം അതുകൊണ്ടാണ് അധ്യായത്തിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും അരിഷ്ടരത്രേ. അപ്പോൾ അതിനപ്പുറമായ ഒരു അനുഭവം ഉണ്ടെന്നും അത് മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാനമാണെന്നും തുടർന്നൊരു ജീവൻ ഉണ്ടെന്നും പൗലോസ് വ്യക്തമാക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഈ മർത്യ ശരീരത്തിന് എന്തുണ്ടാകും? ഒരു മാറ്റമുണ്ടാകും. ഈ ശരീരം തന്നിരിക്കുന്നത് ഈ ലോകത്തിന്റെ എൻവയർമെന്റിൽ ജീവിക്കാനാണ്. ഈ ലോകത്തിന്റെ എൻവയർമെന്റിൽ, ഈ ഭൂമിയുടെ എൻവയർമെന്റിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ശരീരത്തിന് ഒരു മാറ്റം ദൈവം നമുക്ക് നൽകി തരാനിടയാകും. ഈ മാറ്റം യേശുവിലാണ് തുടങ്ങുന്നത്. യേശുവിൽ തുടങ്ങിയപ്പോൾ പൗലോസ് ഇവിടെ പറയാണ്, മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു, ഏതുവിധം ശരീരത്തോടെ. ഇനി അതിന്റെ 40-ാം വാക്യം ഒന്ന് വായിച്ചാൽ. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. എന്തുണ്ട്? ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരം. ഇതെല്ലാം ശരീരമാണ്. അവിടെ എഴുതിയിരിക്കുന്ന 2 വാക്ക് ശ്രദ്ധിക്കുക. ഭൗമിക ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഏത് ശരീരമാണ്? ഭൗമിക ശരീരം. ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന ശരീരം. സ്വർഗത്തിൽ പോണെങ്കിലോ ഇതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലേക്ക് പോകണമെങ്കിലോ ഇതുമായിട്ട് പറ്റത്തില്ല. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ വാക്യം നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു ഭൗമ ശരീരമാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഒരു സ്വർഗീയ ശരീരം ലഭിക്കും. ഇനി രണ്ടാമത്തെ ഒരു ചിന്ത നോക്കുക. 44-ാം വാക്യം ഒന്ന് വായിച്ചു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. ഈ പൗലോസിന്റെ തിയോളജി നമ്മൾ വളരെ വണ്ടർഫുൾ ആയിട്ട് മനസ്സിലാക്കണം. പൗലോസ് പറയാ, ഇന്ന് നമ്മുടെ ശരീരം ഒരു ഭാഗത്ത് പറയുന്ന ഭൗമ ശരീരം, ഇപ്പൊ പറയുന്ന ആ ശരീരത്തിന് വേറൊരു പേരാ പറയുന്നത് പ്രാകൃത ശരീരം. ഈ പ്രാകൃതം എന്ന് ഒരുപക്ഷെ ഉദ്ദേശിച്ചത് നമ്മുടെ ആ വീക്ക്നെസ്സുകളായിരിക്കാം, നമ്മുടെ ഫ്ലഷിന്റെ ബലഹീനതകളോട് കൂട്ടിയായിരിക്കാം ഈ പ്രാകൃത ശരീരം എന്ന്. എന്നാൽ പൗലോസ് പറയാ, ഈ പ്രാകൃതമെല്ലാം മാറും. നമ്മൾ ഈ പാട്ട് പാടാറുണ്ടല്ലോ, പ്രാകൃതമെല്ലാം മാറും, അല്ലേ? അങ്ങനെ ഒരു പാട്ട് പാടുന്നില്ലേ? കൂട് വിട്ടോടുവിൻ ഞാനൻ വീടിന്റെ ഉള്ളിലെത്തുമെന്ന് പറയുന്ന ആ പാട്ടിനകത്ത് പ്രാകൃതമെല്ലാം മാറും. ഇന്ന് ഈ ഭൂമിയിൽ ഭൗമ ശരീരത്തിൽ പ്രാകൃതമുണ്ട്. എന്നാൽ പ്രാകൃതം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ട്? ആത്മീക ശരീരവുമുണ്ട്.
ഇതെല്ലാം നമുക്ക് കിട്ടാനിരിക്കുന്നതാ. ആമേൻ, സ്തോത്രം. സ്വർഗീയ ശരീരം, പ്രാകൃത ആമേൻ ആത്മീക ശരീരം. ഇനി കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ ശരീരത്തിൽ ഇരുന്നവൻ ആരായിട്ട് മാറിയായിരുന്നു? ആമേൻ ഭൗമലോകത്തിലേക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ അനുസൃതമായ ഒരു ശരീരത്തോടുകൂടെ വന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, എനിക്ക് നിങ്ങൾക്കുള്ള ബെനഫിറ്റ് എന്താണ്? അതേ അധ്യായത്തിന്റെ 47, 48, 49. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയരെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. എന്തുകൊണ്ട്? സ്വർഗീയൻ ആരായി മാറിയാരായിരുന്നു? മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ പോലെ അവൻ ഇങ്ങോട്ട് വന്നത് എന്തിനാ? മണ്ണുകൊണ്ടുള്ള നമ്മെ സ്വർഗീയന്മാരാക്കാനാണ്. മനസ്സിലായോ? ഇതാ 2-way ട്രാഫിക് ആണ്. സ്വർഗീയനായിരുന്നവൻ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ പോലെ ഈ ലോകത്തിൽ വെളിപ്പെട്ടത് കൊണ്ട് നമ്മുടെ ബെനിഫിറ്റ് എന്താണ്? മണ്ണുകൊണ്ടുള്ള പ്രതിമയുള്ള നാം സ്വർഗീയനെ പോലെയായി തീരും. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജഡത്തിൽ വന്നതിന്റെ ബെനിഫിറ്റാ ഞാൻ ഈ പറയുന്നത്. നാം വിശ്വസിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന കാര്യസാധ്യത്തിന്റെ വിശ്വാസമല്ല. ഇത് എറ്റേണിറ്റി വരെ നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്ന ആമേൻ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ക്രിസ്ത്യാനിറ്റി അതുകൊണ്ട് ഒരിക്കലും ഏതെങ്കിലും ഒരു മതസിദ്ധാന്തമല്ല പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ കുറിച്ചുള്ള സകല സമ്പൂർണ്ണ പദ്ധതിയും ഈ ദൈവവചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു കാലമുണ്ടെന്നും ഈ ലോക ജീവിതത്തിൽ അവൻ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ട് അവൻ നിത്യരാജ്യത്തിന് അവകാശിയായി കഴിയുമ്പോൾ അത് മറ്റൊരു അനുഭവമാണെന്നും ഒക്കെ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലാണ് നാം വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തിന്റെ എല്ലാ അനുഭവത്തിലും നാം എന്തുകൊണ്ടാണ് ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നത്? പലരുടെയും മതത്തിൽ ജീവിക്കുന്ന പലരും ചിന്തിക്കുന്ന വാട്ട് ഈസ് മൈ ബെനിഫിറ്റ്? ഞാൻ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് എന്റെ ബെനിഫിറ്റ് എന്താ? നമ്മുടെ ബെനിഫിറ്റ് നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ ബെനിഫിറ്റിനേക്കാൾ അത് കഴിഞ്ഞതിനപ്പുറമുള്ള ഒരു ബെനിഫിറ്റിനെ കണ്ടാണ് ഞാനും നിങ്ങളും വിശ്വാസ ജീവിതം നയിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടത് ദൈവം തരില്ലെന്നല്ല. അതെല്ലാം ഡ്യൂ ടൈമിൽ തരാമെന്ന ദൈവത്തിന്റെ പ്രോമിസാ. മുമ്പേ നീ അവന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക, അതോടൊപ്പം ഇതൊക്കെയും നിന്റെ ഉപജീവനത്തിന് വേണ്ടത്, നിന്റെ ഭാവിക്ക് വേണ്ടത്, ഇതൊക്കെ ദൈവത്തിന്റെ പ്രൊവിഷൻസ് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയുണ്ട്. എന്നാൽ ആ പ്രൊവിഷൻ നോക്കിക്കൊണ്ടല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്, മറിച്ച് അതിനപ്പുറമായ ഒരു സ്പിരിച്വൽ അനുഭവത്തെ കണ്ട്, ഒരു ഇറ്റേണിറ്റിയെ കണ്ട് ഞാൻ നിങ്ങളും മുമ്പോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ജഡത്തിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിവർത്തിയാക്കിയ യേശു. അതാണ് ആ വാക്യത്തിന് 2 പാർട്ടുണ്ട്. ഒന്ന്, ജഡത്തിൽ യേശു എന്ത് ചെയ്തു? മരിച്ചു. അപ്പൊ ഭൂമിയിലുള്ള ശുശ്രൂഷയുടെ ഒരു പാർട്ട് തീർന്നു. യേശു ജഡത്തിൽ ഈ ലോകത്തിൽ വന്നപ്പോൾ ഭൂമിയിലെ ശുശ്രൂഷ എന്തായിരുന്നു? ഒന്ന്, ന്യായപ്രമാണത്തെ നിവർത്തിക്കണം. നിവർത്തിക്കേണ്ടതിന് ആ നിവർത്തി വരുത്തിയത് എങ്ങനെയാണ്? ആട്ടുകൊറ്റന്റെ രക്തം കൊണ്ടല്ല, കാളക്കിടാവിന്റെ രക്തം കൊണ്ടല്ല. അതുവരെ ഇതൊക്കെ വെച്ച് ന്യായപ്രമാണത്തിൽ തട്ടിമുട്ടി അങ്ങ് പോവുമായിരുന്നു. എന്നാൽ സ്വന്തം രക്തം കൊണ്ട് യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. തന്റെ നിഷ്കളങ്ക രക്തം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിക്കാനിടയായി മാനവരാശിയുടെ പാപത്തിന് ശിക്ഷ ഏറ്റുവാങ്ങി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജഡശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട യേശുവിന്റെ മിഷൻ കംപ്ലീറ്റ് ആയി. മനുഷ്യനോടുള്ള ബന്ധത്തിൽ പാപത്തിന് പരിഹാരം വരുത്തി മരണത്തിലേക്ക് യേശു കടന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ, സ്തോത്രം, ജഡശരീരത്തിൽ ഇരുന്നു കൊണ്ടുള്ള യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കംപ്ലീറ്റ് ആയി. ഇനി യേശു ഏതിലേക്ക് കടക്കാൻ പോവാണ്? മരണം സംഭവിച്ചു. അടുത്ത ശുശ്രൂഷ എന്താണ്? ഈ മരണത്തെ ജയിക്കണം. മരണത്തെ ജയിക്കുമ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതുവരെ മനുഷ്യനെ മരണം വാണുകൊണ്ടിരുന്നു. ഇതെല്ലാം ഒന്ന് ഒരു മാല പോലെ കോർത്തെന്ന് പഠിച്ച്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു തന്റെ മരണം കൊണ്ട്, വായിച്ചാട്ടെ ഹെബ്രായ ലേഖനം. നിങ്ങളെ വളരെ പ്രാർത്ഥിക്കണം, എന്റെ കൂടെ നിൽക്കണമേ. ഇത് നമ്മളെ സാധാരണ ഈ പറഞ്ഞ പോലെ കേക്ക് തിന്നുന്നത് പോലെ അത്ര സോഫ്റ്റ് അല്ല. ഇതൊരല്പം, ആമേൻ, സ്തോത്രം, ടഫാണ്. ഇതൊരു കട്ടിയാഹാരമാണ്.
അത് അതിൻ്റെതായ ഒരു അനുഭവത്തിൽ ഏറ്റെടുക്കണമേ. 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവിടെ നിർത്തണം. മാനവരാശി മുഴുവൻ മരണത്തിന്റെ അടിമത്തത്തിൽ കിടക്കുകയാണ്. കാരണം ആരും മരണത്തെ ജയിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് മക്കൾ ജഡരക്തമുള്ളവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തമുള്ളവനായി ലോകത്തിൽ വന്നിട്ട് പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണത്തിലേക്ക് പോവുക മാത്രമല്ല, മരണത്തിന്റെ അധികാരമുണ്ടായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ ജയിച്ചു. എപ്പോഴാ ജയിച്ചത്? മരണത്തിൽ നിന്ന് അവൻ പുനരുത്ഥാനം ചെയ്തതോടുകൂടി മരണത്തിന്റെ മേലുണ്ടായിരുന്ന പിശാചിന്റെ അപ്രമാദിത്വം അവിടെ കൊണ്ട് തീർന്നു. പിശാചിന് മരണത്തിന്മേലുണ്ടായിരുന്ന ഡൊമിനിയൻ, ആ അധികാരം യേശു എടുത്തു മാറ്റി. അതുകൊണ്ടാണ് യോഹന്നാനോട് വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാനെ, ഞാൻ ആരായിരുന്നു? വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 18-ാം വാക്യം വായിച്ചാൽ മതി. വെളിപ്പാട് 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരണത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ ജയിച്ചുകൊണ്ട് ആ അധികാരം പിടിച്ചു വാങ്ങിച്ചു. ഇന്ന് മരണത്തിന്റെ മേൽ പിശാചിന് എന്തില്ല? അധികാരമല്ല. ഈ അധികാരം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഗോഡ് ഈസ് ദ വൺ ഹൂ ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ. നീ എത്ര കാലം ജീവിച്ചിരിക്കണം, ഇതൊക്കെ ഇപ്പോൾ അവന്റെ കയ്യിൽ ടോട്ടൽ ഇതായി തീർന്നു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഇതൊക്കെയാ നഷ്ടപ്പെട്ടു പോയത്. ആദാമ്യ സന്തതി പാപം ചെയ്തപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു പോയ പദവികളൊക്കെ തിരിച്ചു തരാനാണ്. പുത്രത്വം നഷ്ടപ്പെട്ടു പോയിടത്ത് ക്രിസ്തുയേശുവിനുള്ള പുത്രന്മാരാക്കി, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ട് നീക്കി, മരണത്തിന്റെ മേൽ യേശു കർത്താവ് ജയമെടുത്തു. യേശു പുനരുദ്ധരിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും എന്തിന്റെ പ്രത്യാശ? പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ പോലും യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാ. യേശു മരിച്ച് അവിടെ അങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ നമുക്ക് മരണത്തിനപ്പുറത്ത് പ്രത്യാശിക്കാൻ വകയില്ല. എന്നാൽ യേശു കർത്താവ് മരണത്തെ ജയിച്ചത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കും പുനരുദ്ധാനത്തിന് പ്രത്യാശ വന്നു. അതുകൊണ്ട് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളെയും ഉയർപ്പിച്ച് ജീവിപ്പിക്കും. അപ്പോൾ യേശു കർത്താവ് മരണത്തെ ജയിച്ചു, വീണ്ടും സഞ്ചരിക്കുകയാണ്. അപ്പൊ ഓരോ മിഷൻ നമ്മൾ മനസ്സിലാക്കുക. പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തെ ജയിച്ചു, ഉയർത്തു, ആത്മശരീരത്തിലായി. ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? അവൻ യാത്ര മുന്നോട്ട് തുടങ്ങുകയാണ്. ജഡത്തിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിവർത്തിയാക്കിയ യേശു ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ട്, ആമേൻ സ്തോത്രം, പാതാളത്തിലേക്ക് ഇറങ്ങി. തന്റെ മരണശേഷമുള്ള ശുശ്രൂഷ പാതാളത്തിലായിരുന്നു. കാരണം അവിടേക്ക് പോകണമെങ്കിൽ ആത്മശരീരത്തിൽ മാത്രമേ പോകാൻ സാധിക്കൂ. വായിച്ചാട്ടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-10, 8 തൊട്ട് 10 വരെ ഒന്ന് വായിച്ചാട്ടെ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും. അപ്പോൾ അവിടെ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കുക. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. എന്തിനാ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങുന്ന? കല്ലറ വരെ പോയാ പോരെ? നമ്മള് പാട്ട് പാടുന്നുണ്ടല്ലോ. അതായത് സ്വർഗത്തിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഷിജുവിന് അറിയായിരിക്കും. ഐ ലിഫ്റ്റ് അപ്പ് യുവർ നെയിം എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ. ഫ്രം ഹെവൻ ടു ദ എർത്ത്, ഫ്രം എർത്ത് ടു. ആ പാട്ട്
7 സ്റ്റെപ്സ് ഉണ്ട് അതിന്, അവന്റെ ആ ഹ്യൂമിലിയേഷന്. അപ്പൊ ഇതെല്ലാം ആ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജഡശരീരത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടതും, മരണത്തിലേക്ക് പോയതും, മരണത്തെ ജയിച്ചതും, അതിനുശേഷം ആമേൻ സ്തോത്രം പാതാളത്തിലേക്ക് പോകുന്നതും. ഇതൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ യേശുവിന്റെ മിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ മിഷനാണ് നടന്നത്. അത് മനുഷ്യനെ കൊണ്ടത് സാധ്യമാകാത്തത് കൊണ്ടാണ് മക്കൾ ജഡരക്തങ്ങളോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടവരാകൊണ്ട് അവനും അവരെ പോലെ എന്നേ പറയാവുള്ളൂ, അവരിൽ ഒരാളായി നിയന്ത്രിക്കരുത്. അവിടെ പ്രശ്നമുണ്ടാകും. കാരണം ആദാമ്യ ശരീരമല്ല അവനെ പോലെ മനുഷ്യ സ്വരൂപത്തിൽ, അതിനപ്പുറത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം യേശുവിന്റെ ശരീരത്തിന് എന്തില്ല? പാപ സ്വഭാവമുള്ള ശരീരമല്ലായിരുന്നു. സിമിലർ ഒരു രീതി പറഞ്ഞാൽ ഒന്നാം ആദാമിന്റെ ശരീരം. ഒന്നാം ആദാമിന്റെ ശരീരത്തിൽ എന്തില്ല? ബലഹീനതകളില്ലാത്ത ശരീരമായിരുന്നു. എന്നാൽ ടെംപ്റ്റേഷനെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് അതേ ടെംപ്റ്റേഷൻ വരുന്നുണ്ട്. എന്നാൽ യേശു അതിനെ എന്ത് ചെയ്യാനിടയായി? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആദാമിനും ഹവ്വയ്ക്കും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ ടെംപ്റ്റേഷനെ ജയിക്കാമായിരുന്നു. ഏദൻ തോട്ടത്തിലെ ടെംപ്റ്റേഷൻ ആദാമിനും ഹവ്വയ്ക്കും ജയിക്കാമായിരുന്നു. അവര് ശ്രദ്ധ കൊടുത്തില്ല. അവരോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ തോട്ടം കാക്കണം, നീ വേല ചെയ്യുക മാത്രമല്ല, നീ തോട്ടം എന്ത് ചെയ്യണം. ആരും അവിടെ ഇല്ല. ഉണ്ട്. ഇവർ ആകെയുള്ള ആരൊക്കെയാ ഉള്ളത്? ആദമും തന്റെ ഭാര്യയായ ഹവ്വയും മാത്രമേ ഉള്ളൂ. പിന്നെന്തിനാ ഈ തോട്ടം സൂക്ഷിക്കേണ്ടത്? അപ്പൊ അവിടെ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, someone is there. ഏതോ ഒരു ശത്രു നിനക്ക് അവിടെ തന്നെ ഉണ്ട്. ബി കെയർഫുൾ. നീ നിന്റെ തോട്ടത്തെ സൂക്ഷിച്ചോണം. അവൻ സ്തോത്രം. ആ ഒരു കാര്യത്തിൽ ആര് വീഴ്ച വരുത്തി? ആദാം വീഴ്ച. ഇങ്ങനെയാ നമുക്കും പലപ്പോഴും അക്കടി പറ്റുന്നത്. നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം അശ്രദ്ധയോടെ ആ കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ശത്രു കടക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് കൃപയുടെ പ്രമാണത്തിലേക്കും ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, നമ്മുടെ മേൽ മറ്റൊന്നിനും വാഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപം വാഴാൻ ആഗ്രഹിക്കുന്നില്ല, സാത്താൻ വാഴാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ദൈവം കൃപയും ആത്മശക്തിയും തന്നിരിക്കുന്നത് ഇതുപോലുള്ള ബലഹീനതകളെ ഞാനും നിങ്ങളും അതിജീവിക്കണം. യേശു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നുള്ളൂ. അതും ദൈവത്തിന്റെ ചില പ്രത്യേക പദ്ധതികൾ, അജണ്ട നടപ്പാക്കാൻ. എന്നാൽ പുതിയ നിയമത്തിന് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, രക്ഷിച്ച ദൈവം ആത്മാവിനെ എല്ലാവർക്കും നൽകി കൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? എല്ലാവരും പാപത്തെ ജയിക്കണം. പഴയ നിയമത്തിൽ പാപത്തെ ജയിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. കാരണം ആമേൻ സ്തോത്രം, അവർക്ക് ബലഹീനത വിട്ട് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. മൃഗത്തിന്റെ രക്തത്തിന്റെ യാഗം പാപത്തെ നീക്കാൻ പര്യാപ്തമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ എനിക്കും നിങ്ങൾക്കും പൗലോസ് അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കിയത്, നിങ്ങൾ ഇന്ന് ന്യായപ്രമാണത്തിനല്ല മക്കളെ, കൃപയ്ക്ക് അധീനരാകൊണ്ട് പാപത്തിന് നിങ്ങളെ കർത്തൃത്വം നടത്താൻ സാധ്യമല്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ വരവ് കൊണ്ട് നമുക്കുണ്ടായ ബെനഫിറ്റ് നമ്മളൊന്ന് പഠിക്കണം. ഇന്ന് പാപത്തെ ജയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത് ക്രിസ്തു ജഡത്തിൽ ഈ ലോകത്തിൽ കടന്നു വന്ന് ന്യായപ്രമാണം നീക്കിയത് കൊണ്ടാണ്. ന്യായപ്രമാണം മാറ്റിയിട്ട് കൃപയുടെ പ്രമാണം തന്ന് ആത്മശക്തിയും നമുക്ക് തന്നത് കൊണ്ടാ. ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും. പണ്ടെങ്ങനായിരുന്നു? ശിംശോന് കിട്ടി, അല്ലെങ്കിൽ ദാവീദിന് കിട്ടി, സെലക്ടഡ് മെമ്പേഴ്സ്. അവരിലൂടെ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത് ഫോർ എ ഹോളി ലൈഫ്. മിനിസ്ട്രിക്ക് മാത്രമല്ല, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, ഒരു നീതിയുള്ള ജീവിതം നയിപ്പാൻ, ദൈവത്തിന്റെ തികവുള്ള വഴിയിലൂടെ സഞ്ചരിപ്പാൻ, ദൈവ ഇഷ്ടം ആത്മാവിൽ തിരിച്ചറിയാൻ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, അന്ത്യനാളുകളിൽ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും
എന്തിനു വേണ്ടി? എന്റെ ജനമിന് പാപത്തിന് അടിമപ്പെടരുത്, എന്റെ ജനം പിശാചിനെ അടിമപ്പെടരുത്. അവരെല്ലാവരും ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് പാപത്തിന്റെ മേൽ ജയമെടുക്കണം, പ്രലോഭനങ്ങളുടെ മേൽ ജയമെടുക്കണം, പിശാചിന്റെ മേൽ ജയമെടുക്കണം. ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. യേശു ക്രൂശിൽ കഷ്ടം അനുഭവിച്ച് മരണത്തെ ജയിച്ച് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. അവൻ അടുത്ത ആഴ്ച നമുക്ക് അങ്ങോട്ട് പോകുക, കാരണം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിലയില്ലാത്ത ഒരു കാര്യമാണ്. അവിടെ നമുക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് 5 മിനിറ്റ് അവശേഷിക്കുന്നുള്ളൂ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ആ സ്വർഗീയ ശരീരത്തിൽ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ശരീരവുമായി എന്ത് ചെയ്യുകയായിരുന്നു. കാരണം ഒരു ടൈമുണ്ട്, ആ ടൈമിന് ശേഷം യേശു പുറത്തു വരണം. പുറത്തു വന്നിട്ട് 40 ദിവസം അവരോട് കൂടെ ഇരിക്കണം, ശിഷ്യന്മാരോട് കൂടെ. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? സ്വർഗാരോഹണം ചെയ്യണം. ഇതെല്ലാം കിടക്കുകയാണ്, ഒരു റൂട്ടാണിത്. അപ്പോൾ യേശു ഉയരത്തിൽ നിന്ന് വന്നു, 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, ആത്മശരീരത്തിലേക്ക് മാറി, അവിടുന്ന് പോകേണ്ട ഇടത്തേക്ക് പോയി അടുത്ത ശുശ്രൂഷ ചെയ്തു, പുറത്തു വന്നു, പിതാവിന്റെ അടുക്കൽ പോയി, വീണ്ടും ഭൂമിയിൽ വന്നു. കുറച്ചു ദിവസം ശിഷ്യന്മാരോട് കൂടെ അവൻ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ച് താൻ ജീവിച്ചിരിക്കുന്നവർക്ക് ഉറപ്പും കൊടുത്തിട്ട് അവര് കാണുക, രഹസ്യത്തിലല്ല, ശിഷ്യന്മാര് കാണുക യേശു എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്യാനിടയായി. നമുക്ക് ദൈവത്തിന്റെ മക്കളെ തല വണക്കാം. രാത്രി ദൈവമുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. എന്റെ യേശു ഈ ലോകത്തിൽ ശരീരത്തിൽ വന്നുവെന്ന് നാം വിശ്വസിക്കുമ്പോൾ ഒരു വലിയ പർപ്പസ് അതിന്റെ പിന്നിലുണ്ട്. ഒരു വലിയ ദൈവിക പദ്ധതിയാണ് ചുരുളഴിയുന്നത്. ഈ ലോകത്തിന്റെ ഭക്തന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല. കുറെ നാള് മുമ്പ് ഒരു വീരൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം ഒരു പരാജയമായി പോയെന്ന് ക്രിസ്ത്യാനിയായ ഒരുത്തൻ പ്രസംഗിച്ചത്. എത്രയോ ദൗർഭാഗ്യമെന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അറിവ് കൂടുമ്പോൾ പിശാച് ആ അറിവിലൂടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. എന്റെ യേശുവിന്റെ ക്രൂശമരണം എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹം. അവൻ അങ്ങനെ ആ ക്രൂശമരണത്തിലേക്ക് കടന്നത് നമുക്ക് വേണ്ടിയാണ്. പാപമില്ലാത്തവനെയും പാപം അറിയാത്തവനെയും പാപം ചെയ്യാത്തവനെയും ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ജസ്റ്റിഫിക്കേഷനും കുറ്റമറ്റവരാക്കി നമ്മെ നിർത്തേണ്ടതിന് പിതാവായ ദൈവം അവനെ പാപമാക്കി. He became sin. Word became flesh and that flesh became sin. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആർക്ക് വേണ്ടി? He did not sin. പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വരേണ്ട ആവശ്യമില്ല. പാപമില്ലാത്തതുകൊണ്ട് അവന് മരണമില്ല. യേശു എന്തിനു മരിച്ചു? പാപം ചുമത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ the wrath of God, the judgment of God, അതാണ് മരണത്തിലേക്ക് യേശുവിനെ വിട്ടത്. യേശു സന്തോഷത്തോടെ ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ആ മരണത്തിലേക്ക് യേശു പോകുമ്പോൾ യേശു കണ്ട കാഴ്ച അതിലൂടെ നമുക്ക് വരാൻ പോകുന്ന വിടുതലിനെയാണ്. അതുകൊണ്ട് ആ ക്രൂശിന്റെ അവമാനത്തെ അവൻ സന്തോഷമെന്ന് എണ്ണി എന്നൊക്കെ വചനത്തിൽ നാം വായിക്കുന്നത്. മനുഷ്യര് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പിതാവിന്റെ വലതു ഭാഗത്തേക്ക് പെട്ടെന്ന് കയറിപ്പോകാമെന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷമൊന്നും ആയിരുന്നില്ല, കാരണം അവിടുന്ന് അവൻ ഇറങ്ങി വന്നത്. അതുകൊണ്ട് അത് തിരിച്ചു കിട്ടുമെന്നുള്ള സന്തോഷമല്ല. തന്റെ മരണത്തിലൂടെ മാനവരാശിക്ക് വരാൻ പോകുന്ന വലിയ വിടുതലിനെയാണ് യേശു കണ്ടത്. എന്ന് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളെ അവന്റെ നാമത്തെ പ്രതി കഷ്ടം അനുഭവിക്കുമ്പോൾ നടക്കാൻ പോകുന്ന വിടുതൽ കാണുമ്പോഴാണ് ആ കഷ്ടത്തിന്റെ നടുവിൽ എനിക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. യേശു ക്രൂശ് മരണത്തിൽ സന്തോഷിച്ചത് തന്റെ മരണത്തിലൂടെ വെളിപ്പെട്ടു വരുന്ന മാനവരാശിയുടെ മേൽ വരുന്ന ആ വലിയ വിക്ടറിയെ കണ്ടപ്പോൾ യേശു ആ അപമാനത്തെ അലക്ഷ്യമായിട്ട് എണ്ണാനിടയായി തീർന്നു. ഗ്ലോറി ടു ദ ലോർഡ്. യേശുവിനെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ. അതാരും പറഞ്ഞിട്ടല്ല സ്നേഹിക്കേണ്ടത്. നാം വാസ്തവമായും മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ, ആ പദവി നമുക്ക് ദൈവം തന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലുബ്ധ കാണിക്കരുത് അവനെ സ്നേഹിക്കുന്നതിൽ, അവനെ അനുസരിക്കുന്നതിൽ നാം പുറകോട്ട് പോകരുത്.
അവനെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കണം. കാരണം അവൻ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് എത്താൻ കഴിയാത്ത ഒരിടത്തേക്കാണ് അവൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കാനിരിക്കുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, നമുക്ക് കർമ്മം കൊണ്ട് നേടാൻ കഴിയാത്തത്, ഒരു പ്രവർത്തിക്കും സാധ്യമാകാത്തത്, ആമേൻ, നമ്മുടെ ശരീരം ചൂടാൻ ഏൽപ്പിച്ചു കൊടുത്താലും നമുക്കുള്ളത് മുഴുവൻ അന്നദാനം ചെയ്താലും നമുക്ക് ലഭിക്കാൻ കഴിയാത്ത ആ ഒരു പദവിയിലേക്കാണ് ക്രിസ്തുവേശു നമ്മെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതിനെ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടുവേണം യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുവാൻ. ഇത് ഈ ലോകത്തിലെ കാര്യസാധ്യവും നാം ഉദ്ദേശിക്കുന്ന ഉയർച്ചയും മാനങ്ങളും അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രേഷ്ഠമായതിനെ കണ്ട്, ഉത്തമമായതിനെ കണ്ട് ഞാൻ നിങ്ങളും ജീവിതയാത്ര നയിക്കുമ്പോൾ ആഡ് ഓൺ ചെയ്യേണ്ട ചില ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മിൽ ദൈവം ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട രോഗസൗഖ്യമായിട്ടോ സാമ്പത്തിക വിടുതലുകളായിട്ടോ ആമേൻ ഉയർച്ചകളായിട്ടോ മാന്യതകളായിട്ടോ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അത് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ, അത് നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നന്മയെ തടുക്കാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആ പ്ലാനിങ് അനുസരിച്ച് നടക്കേണ്ട സമയത്ത്, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊള്ളുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾ സ്വയം ചാടണ്ട ദൈവത്തിന്റെ മക്കളെ. ഉയർച്ചയുടെ പിന്നാലെ ഞാൻ നിങ്ങൾ ഓടണ്ട. ഉയർത്തേണ്ടവനൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉയർത്തണമെന്ന ഐഡിയ അവന് പറഞ്ഞു കൊടുക്കണ്ട, അവൻ ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അയ്യോ എനിക്കിത് സംഭവിച്ചു പോയല്ലോ, മറ്റാർക്കും സംഭവിക്കാത്തത് എനിക്ക് സംഭവിച്ചു പോയല്ലോ എന്നല്ല, ദൈവിക പദ്ധതി ഓർത്ത് സ്തോത്രം ചെയ്തു കൊള്ളണം. ഒരു ബുദ്ധിയിലും വെളിപ്പെടാത്ത ആലോചനയാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളത്. ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രവാചകന്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ല. അല്പസ്വല്പമൊക്കെ ദൈവം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തേക്കാം. അതിന്റെ പൂർണ്ണ രൂപം ദൈവത്തിന്റെ ഹൃദയത്തിലായിരിക്കുന്നത്. അത് ആർക്കവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. സമയാസമയങ്ങളാകുമ്പോൾ തന്റെ മക്കൾക്ക് ആത്മാവിൽ അവൻ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ആമേൻ സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, എന്നാൽ ആത്മാവിൽ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കണം. ജഡത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും ഇതെല്ലാം മാറും ദൈവത്തിന്റെ മക്കളെ. ഇത് അല്പകാലത്തേക്കുള്ള ഭൗമ ശരീരത്തിന്റെ കഷ്ടമാണ്. എന്നാൽ ഒരു സ്വർഗീയ ശരീരത്തിലേക്ക്, ഒരു ആത്മ ശരീരത്തിലേക്ക് ആമേൻ സ്തോത്രം ഞാനും നിങ്ങളും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രോസസ് ഇന്നേ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ വചനത്തിൽ നാം വായിക്കുന്നത്, മുൻ നിയമിച്ചവരെ വിളിച്ച ദൈവം, വിളിച്ചവരെ നീതീകരിച്ച ദൈവം, നീതീകരിച്ചവരെ തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആ തേജസ്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ ലോകത്തിൽ വിവിധ അനുഭവങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും കൊണ്ടുവന്ന് എത്തിക്കുന്നു. യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ടാണ് മഹത്വത്തിലേക്ക് കടന്നതെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവം അനുവദിക്കുന്ന കഷ്ടമെല്ലാം ആ മഹത്വത്തിലേക്ക് പോകാനുള്ള ദൈവത്തിന്റെ പാതയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. എല്ലാവരും ഒന്ന് തലവണക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് കർത്താവ് തന്ന ഈ ആത്മീയ അനുഭവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. മനസ്സലിവുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനും അടിയങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരുന്നു. വചനത്തിന്റെ പൊരുളുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, അവിടുന്ന് ശരീരം എടുത്തി ലോകത്തിൽ വന്നതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ആമേൻ ആത്മശരീരത്തിലേക്ക് മാറിയതും ആമേൻ സ്വർഗാരോഹണം ചെയ്തതും ഇന്ന് പിതാവിന്റെ വലത് ഭാഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നതും ഒക്കെ ഞങ്ങൾ ആത്മാവിലൊന്ന് കാണുമ്പോൾ ഇതുപോലെ ഭാഗ്യമുള്ള ഒരു ജാതി ഏതുള്ളൂ എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ അതൊക്കെ ആത്മാവിൽ കണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ആരുടെയെങ്കിലും ഹൃദയക്കണ്ണിന് രാത്രി തുറക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിമിരത്തെ മാറ്റി ദൈവമഹത്വം ഒന്ന് മനസ്സിലാക്കുവാൻ, അത് തിരിച്ചറിഞ്ഞ ദൈവത്തെ ഒന്ന്
മഹത്വപ്പെടുത്തുവാൻ എന്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം യേശുക്രിസ്തുവിന്റെ മരണത്തെ നിസ്സാരമായി കാണുമ്പോൾ അത് സ്വർഗീയ പദ്ധതിയുടെ ഭാഗമാണെന്ന് ദൈവാത്മാവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, സർവ്വവല്ലഭൻ അവരുടെ ജീവിതയാത്രയിൽ ജഡത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ അവർ തളർന്നു പോകാതെ അതിനപ്പുറമുള്ളതിനെ കാണുവാൻ അവരുടെ ഹൃദയദൃഷ്ടിയെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം പിതാവിനെ പോലെ ആമേൻ സ്വർഗീയമായതിനെ കാക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞ് അവൻ ബഹുസമ്പന്നനായിരുന്നിട്ടും അവൻ ഒരു കാര്യം മനസ്സിലാക്കിയതുപോലെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ ഞങ്ങളും ഈ ലോകത്തിൽ എന്തെല്ലാം ഉയർച്ചകളും മാന്യതകളും വന്നാലും ഇതെല്ലാം കർത്താവേ നാശത്തിന് വേണ്ടി വെച്ചിരിക്കുന്നുവെന്നും അതിനപ്പുറത്തെ അനുഭവത്തിലേക്ക് ഞങ്ങളെ ചേർപ്പാൻ അവിടുന്ന് വേഗത്തിൽ വരുന്നവനാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിന്നെ മഹത്വപ്പെടുത്തുന്നു. തലമണക്കിയിരിക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ചിറകടിയിൽ മറച്ചു കൊള്ളണമേ. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം തുണ നിൽക്കണം കർത്താവേ. ഈ ലോകത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുതേ. ആത്മശക്തി ധാരാളം നൽകി കൊടുക്കണം. ആവശ്യമായ ദൈവകൃപ നൽകി കൊടുക്കണം. വെളിപ്പാടുകളെ നൽകി കൊടുക്കണമേ. ഹല്ലേലൂയ. നിന്റെ വചനത്തിൽ നിലനിൽക്കാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന വിശുദ്ധ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ആരെങ്കിലും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് ആവശ്യമായ വിടുതലുകൾ അവിടുന്ന് നൽകി കൊടുക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ലിങ്ക് ചെയ്യപ്പെടാൻ കഴിയാതെ പോയ പ്രിയപ്പെട്ടവരെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലൂടെ ദൈവവചനം കേൾക്കുന്ന എവിടെയൊക്കെ ഈ ദൈവശബ്ദം എത്തിച്ചേരുന്നുവോ അവിടെയെല്ലാം ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകണം. വഴങ്ങാത്തതിനെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് വഴക്കണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.